മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ +1 നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ +1 പബ്ലിക് എക്സാം മാർച്ച് 5-ന് സ്റ്റാർട്ട് ചെയ്യും, മാർച്ച് 27 വരെയാണ്, ഉച്ചയ്ക്കാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ആൻഡ് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റോ ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 26 വരെയാണ്. അതായത് നമുക്കിനി ഒത്തിരി മാസങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എൻ്റെ കുട്ടികൾ മാറ്റുക. ഈ ഒരു നവംബർ ഉണ്ടാകും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ. അത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമും വെക്കേഷനൊക്കെ ആയിട്ട് ഡിസംബർ അങ്ങ് പോകും. പിന്നെ ജാനുവരി മാത്രമേ എൻ്റെ കുട്ടികളുടെ മുന്നിലുള്ളൂ. കാരണം ഫെബ്രുവരിയിൽ നിങ്ങളുടെ മോഡൽ പരീക്ഷയും പിന്നെ മാർച്ചിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമും ആയി അല്ലേ. കണ്ണ് നടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ +1 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ +1ൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പാർട്ട് 1 ലാംഗ്വേജ് ആണുള്ളത്, പിന്നെ പാർട്ട് 2 ലാംഗ്വേജ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഓക്കെ, ഫിസിക്സ് ഇവിടെ ഇരിപ്പുണ്ട്, ദെൻ മാത്സ് ഉണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ പോകുന്നത്. അപ്പം ഇതുവരെ ഈ ടൈം ടേബിൾ കാണാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ എന്ത് ചെയ്യുള്ളൂ, സ്ക്രീൻഷോട്ടൊക്കെ എടുത്തോളൂ. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അലാം പോലെയാണ്. പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, കാരണം മിസ് ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാം. ഇത് നമ്മുടെ +1 അഗ്നി ബാച്ചിൽ നമ്മുടെ ബാച്ചിലെ മക്കൾ നോക്കിക്കതേ ഇത്രയും പോർഷൻസ് മാത്സിൽ കംപ്ലീറ്റ് ചെയ്തു. അവർക്കിനി ആകെ ഇത്രയും പോർഷൻസ് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ്. ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഇത് മാത്രമേ അവർക്ക് ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇത്രയും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ 2 ചാപ്റ്റേഴ്സ് ഇത് ആക്ച്വലി കഴിഞ്ഞു കേട്ടോ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കത് ഈ ഒരു ചാപ്റ്ററും കൂടെ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അതുപോലെ സുവോളജിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനി കമ്പ്യൂട്ടർ സയൻസിൽ ഈ 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ പോയി അവർ പഠിക്കുന്നുണ്ട്. നിങ്ങളിത് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ അവസാനം ആരാണ് കഷ്ടപ്പെടുക? നിങ്ങൾ മാത്രമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇനി പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ ഒറ്റയടിക്ക് പഠിക്കുക. കാരണം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒഫീഷ്യലായിട്ടുള്ള പബ്ലിക് എക്സാമാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ. നിങ്ങൾ ഓണപ്പരീക്ഷ ഒഫീഷ്യലായിട്ട് എഴുതിയിട്ടില്ല അല്ലേ, നിങ്ങൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഓണപ്പരീക്ഷയുടെ പോർഷൻസും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസും എല്ലാം കൂടെ ഉണ്ടാകും. അപ്പോൾ ഇനിയുള്ള ഈ ഒരു മാസം, ഈ നവംബർ നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്ലാസ് നമ്മുടെ ബാച്ചസിലുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള സമയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷീറ്റും PYQs ഒക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് എടുക്കാനാണെങ്കിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദീപാവലി ഓഫറും കൂടെ കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രൈസിന് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം അടിപൊളിയായിട്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കഴിയില്ല, പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് സൂപ്പറായിട്ട് പഠിക്കാനുള്ളൊരു ചാൻസാണ് ഇപ്പം എൻ്റെ കുട്ടികളുടെ മുന്നിലുള്ളത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാതിരിക്കുക, ലേറ്റ് ആക്കാതിരിക്കുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാനോ അയ്യോ ഇനി എന്ത് ചെയ്യുന്നു ആകെ സ്റ്റക്കാക്കാനോ അല്ല, റിയാലിറ്റി മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങാം.